ആണിനും പെണ്ണിനും കെഗിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ സ്ട്രെങ്ത് ചെയ്താൽ മതി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്താൽ. അപ്പം നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്ന സെക്കൻഡിൽ അത് പോയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റേജിൽ ഒരുപാട് പേര് അത് ഫേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെൽത്തി ബോഡിയിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞിന് വരാൻ പറ്റും. ബ്ലാഡർ, ബൗള്, യൂട്രസ് ഇതിനെ കണക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് ഈ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ഡിസ്ക് തെറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, ആ അവസ്ഥയിൽ കുറേ കാലം പോയിട്ടുണ്ടെങ്കിൽ ബാക്കിലെ മസിൽസ് വീക്ക് ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ പെൽവിക് മസിൽസും വീക്ക് ആവും. 2 ആഴ്ച കൊണ്ട് വയറ് ഉറയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ പോകത്തുള്ളൂ. ഇതൊരു ബിസിനസ്സിലേക്ക് വരുമ്പം അത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പഴയ കാലങ്ങളിൽ താഴെ കൂടെ എടുത്തിട്ട് മുഴുവൻ ശരിക്കും നമ്മുടെ പെൽവിക് മസിൽസിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഡെലിവറി കഴിയുമ്പോൾ ഇത് വീക്ക് ആവുന്നത് കൊണ്ട് ഈ മസിൽസിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും കുറവ് സംസാരിക്കുന്ന ഒരു ഏരിയയാണ് പെൽവിക് ഫ്ലോർ ഹെൽത്ത് എന്ന് പറയുന്നത്. സ്ത്രീകളും പുരുഷന്മാരും ഇത്തരം ഏരിയയിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ ആരും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മുതിരാറില്ല. പ്രത്യേകിച്ച് ഗർഭകാലത്തും പ്രസവത്തിന് ശേഷവുമൊക്കെ സ്ത്രീകൾ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇതിനുവേണ്ടി കെഗിൽ തെറാപ്പിസ്റ്റ് സ്നേഹ നമ്മളോടൊപ്പം ചേരുന്നു. നമസ്കാരം. എന്താണ് ഈ പെൽവിക് ഫ്ലോർ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ? അവിടുന്ന് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. ഓക്കെ, നമ്മുടെ ബ്ലാഡർ, ബൗള്, യൂട്രസ് ഇതിനെ കണക്ട് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് ഈ പെൽവിക് ഫ്ലോർ മസിൽസ് എന്ന് പറയുന്നത്. ഇത് സ്ട്രെങ്ത് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ കെഗിൽ വർക്കൗട്ടിലൂടെ ചെയ്യുന്നത്. ഈ കെഗിൽ തെറാപ്പി എന്ന് പറഞ്ഞാൽ മറ്റ് വ്യായാമങ്ങളിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? കുറച്ച് വിശദമായി തന്നെ അതിനെക്കുറിച്ച് പറയണം. ഓക്കെ, ഈ കെഗിൽ എന്ന് പറയുന്നത് നമ്മൾ ജിമ്മിൽ പോകുന്നു, വർക്കൗട്ട് ചെയ്യുന്നു. ഇത് സ്ട്രെങ്ത് അല്ലെങ്കിൽ കാർഡിയോ ഹാർട്ടിന് സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ട്, ബോഡി സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ ഫങ്ഷണൽ ട്രെയിനിങ്ങിന് പല ടൈപ്പിൽ. ശരിക്കും കെഗിൽ തെറാപ്പി ഒരു റീഹാബ് പോലെയാണ്. ഇത് നമ്മളുടെ പെൽവിക് മസിൽസിനെ സ്ട്രെങ്ത് ചെയ്തിട്ട് നമ്മളുടെ ഒരു എങ്ങനെ പറയാം, ഓക്കെ, നമുക്ക് യൂറിൻ ലീക്കേജ് ഉണ്ടാവുക, അതായത് ലോങ് ടൈമിൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അതേപോലെ സർജറി പ്ലസ് ഡെലിവറി, ഈ സി സെക്ഷൻ കഴിഞ്ഞവർക്കും ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ലോങ് ടൈമിൽ പോയിട്ട് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് 30+ കടക്കുന്നതോടുകൂടി സ്ത്രീകളുടെ ബോഡി മസിൽസും എല്ലാം വീക്കാവും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു 30 കഴിയുന്നതോടുകൂടി 1% മസിൽ മാസ് ഓരോ ഏരിയയിലും വീക്കാവും. അപ്പൊ ആ വീക്കാകുന്ന മസിൽ മാസ് ഇവിടെയും പെൽവിക്കിലും വീക്കാവും. അപ്പൊ വെറുതെ ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ ഇങ്ങനെ ഈ വീക്ക്നെസ് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ പക്ഷെ ഇത് ആളുകൾ പുറത്ത് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു ഏരിയ ആയതുകൊണ്ട് പൊതുവെ ആളുകൾ ഇത് പറയില്ല. കാരണം എനിക്ക് നമുക്ക് ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, ഒച്ചയ്ക്ക് എല്ലാവരും കൂടി ഇന്ന് ചിരിക്കുമ്പോൾ ഒക്കെ യൂറിൻ ലീക്കേജ് ഉണ്ടാകുന്ന ആളുകൾ ഒരുപാട് പേര് കൂടി ഉണ്ട്. അതേപോലെ തന്നെ ഗ്യാസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, അതായത് ആൾക്കൂട്ടത്തിലൊക്കെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാതെ ആളുകളെല്ലാം കൂടി ചിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. ശരിക്കും ഇത് ഈ മസിൽസ് വീക്ക് ആയതുകൊണ്ടിട്ടാണ്. പക്ഷെ ഇത് നമ്മൾ അവെയർ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല. അപ്പം ഈ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന മെത്തേഡ് വഴിയിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഓക്കെ, ഇത് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ? നമ്മൾ കൂടുതലും സ്ത്രീകളാണ് ചിലപ്പോൾ പ്രസവശേഷമൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കടന്നു പോകുന്നത്. പറയുന്നത് കേൾക്കുന്നതും സ്ത്രീകളായിരിക്കുമല്ലോ. അതായത് പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തുമ്മുമ്പോൾ, ചിരിക്കുമ്പോഴൊക്കെ നമുക്ക് യൂറിൻ ലീക്കേജ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം എല്ലാ കാറ്റഗറിയിലും, അതായത് സ്ത്രീയും പുരുഷനും കുട്ടികൾക്കും ഒക്കെ, കുട്ടികൾ എന്ന് ഞാൻ ഉദ്ദേശിച്ച ചെറിയ കുട്ടികളെയല്ല, ഒരു ടീനേജ് അല്ലെങ്കിൽ യൂത്തിലേക്കൊക്കെ എത്തിയിരിക്കുന്നവർക്കൊക്കെ ഈ വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ഈ എക്സർസൈസ് ഒരു 20 to 60 വരെയുള്ള ആണിനും പെണ്ണിനും, ഈവൻ ട്രാൻസ് ആർക്കും നമുക്ക് ഇത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ലേഡീസിനാണെന്നേ ഉള്ളൂ. പക്ഷെ ഇതിൽ ആണിനും പെണ്ണിനും കെഗിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഉള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് ഇപ്പൊ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, ഈവൻ ഒരു വീഴ്ച, അപ്പൊ നമ്മുടെ ബാക്കിന് പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും, ബാക്ക് മസിൽസിന് പ്രശ്നം ഉണ്ടായിട്ടും, ബാക്ക് സ്പൈനിൽ തന്നെ ചിലപ്പോൾ നമ്മൾ പറയില്ലേ ബൾജ് ചെയ്തു വന്നു, പറഞ്ഞ ഡിസ്ക് തെറ്റി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. ആ അവസ്ഥയിൽ കുറെ കാലം പോയിട്ടുണ്ടെങ്കിൽ ബാക്കിലെ മസിൽസ് വീക്ക് ആവുന്നതോടൊപ്പം തന്നെ നമ്മുടെ പെൽവിക് മസിൽസും വീക്കാവും, ഗ്ലൂട്ടിലെ മസിൽസ് വീക്കാവും, കോർ മസിൽസ് ഇത് കണക്റ്റഡ് ആണ്.
ഭയങ്കര, അതായത് നമ്മുടെ സിസ്റ്റം ഫുള്ള് കണക്റ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് പോലെ തന്നെ ഈ മസിൽസും കണക്റ്റഡ് ആണ്. സോ അപ്പം ഓട്ടോമാറ്റിക്കലി കുറച്ച് കഴിയുമ്പോൾ ആളുകൾക്ക് കാലിലേക്ക് പെയിൻ വന്നിട്ട് കാലിൽ തരിപ്പ് വരിക, ആളുകളെല്ലാം അങ്ങനെ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ലേ. അതിന്റെ റീസൺസ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസ് വീക്കായി, സോ ആളുടെ ഹെൽത്ത് മീൻസ് ബോഡിക്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആ സ്റ്റേജിൽ എത്തുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ കൂട്ടത്തിൽ ഈ പെൽവിക് മസിൽസും നല്ലോണം വീക്കായിട്ടുണ്ട്. അപ്പം നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഏരിയക്ക് ചേർത്തിട്ടാണ് നമ്മൾ വർക്കൗട്ട്, ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ് പ്ലാൻ ആക്കിയിരിക്കുന്നത്. സോ നമ്മൾ വർക്കൗട്ട് കൊടുക്കുമ്പോൾ ബാക്കിനുള്ളത് കൊടുക്കും, ദെൻ കോർ ടൈറ്റൻ, മമ്മി ടമ്മി എന്ന് പറഞ്ഞിട്ട് വയറ് ചാടി, ഈവൻ ഡെലിവറി കഴിഞ്ഞ ലേഡീസിന് വയറ് രണ്ട് പീസായിരിക്കും. അതിൽ മുകളിലുള്ള പാർട്ട് നമുക്ക് കുറയും, പക്ഷെ താഴേക്കുള്ളത് അങ്ങനെ കുറയാൻ ഭയങ്കര പാടുവരും. അപ്പൊ ഈ നമ്മൾ പെൽവിക് മസിൽസ് ടൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കൂടുതൽ കോർ മസിൽസും ടൈറ്റ് ആവും. അപ്പം ഓട്ടോമാറ്റിക്കലി ബാക്ക് സപ്പോർട്ട് കൂടും, ദെൻ ഗ്ലൂട്ട് കുറച്ചുകൂടെ നമുക്ക് ഇരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ മാറും. പിന്നെ സയാറ്റിക്ക എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള നെർവാണ് താഴേക്ക് കാലിലേക്ക് പോകുന്നത്. അപ്പം ഈ പെയിനും കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഓവറോൾ ഹെൽത്ത് ഈ ഒരൊറ്റ റീഹാബിലൂടെ അവർക്ക്, പക്ഷെ ഇതിന് കുറച്ച് ടൈം പിടിക്കും, നല്ല ക്ഷമ വേണം. കാരണം ഈ മസിൽസ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്യണം, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ്. സോ എങ്ങനെയാണ് ഈ എക്സസൈസ് ചെയ്യുക? അതായത് അതാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻറ്റ്. ആളുകള് ഇത് ഫോക്കസ് ചെയ്യാൻ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോൾ യൂറിൻ പാസ് ചെയ്യില്ലേ, ആ ടൈമിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അപ്പ് ആക്റ്റീവ് ആവുന്ന മസില്ലേ, ആ മസിൽ ഗ്രൂപ്പിനെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാതെ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും സംഭവിക്കുന്നത് ഒന്നെങ്കിൽ കോർ മസിൽസ് ആയിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലൂട്ട് ബട്ടക്സ് ചേർത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്യുക ചെയ്യാം. അപ്പോൾ പ്രോപ്പർലി നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മസിൽ ആക്റ്റീവ് ആവത്തില്ല. ഓക്കെ, അപ്പം അതൊരു പ്രോപ്പർ ട്രെയിനിങ്ങിലൂടെ തന്നെയാണ് ഈ മസിൽസ് ആക്റ്റീവ്. അതൊരു ആദ്യത്തെ ഒരു 2 weeks സാധാരണ ആളുകൾക്ക് പറ്റാറില്ല കേട്ടോ, കാരണം ഈ മസിൽ ഐഡന്റിഫൈ ചെയ്യൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കുറവുണ്ടാവില്ല. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ആളുകളിലേക്ക് ഇതിനെക്കുറിച്ച് എത്തിക്കുക, എങ്ങനെയാണ് സംസാരിക്കുക? ഇപ്പം ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടാവില്ലേ, അപ്പം ജിമ്മിലൊക്കെ പോയി നമ്മൾ വെയിറ്റ് എടുക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്, നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അപ്പം ഞാനിപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഒരാളോട് പറയില്ല. അപ്പം എനിക്ക് തോന്നുകയാണ് ഇതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കണം, ഇതിന് തെറാപ്പി എടുക്കണം തോന്നുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോൾ ഒരു എക്സ്പെർട്ടിന്റെ ഹെൽപ്പ് സ്വീകരിക്കുകയാണ്? ഫസ്റ്റ് എന്നുള്ളത് ഒരു നല്ല പെർസെൻറ്റേജ് ഓഫ് ആളുകളും ഇത് ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ ഇത് ശരിക്കും ചെയ്യുന്നത് എൻ്റെ ജിമ്മിൽ വരുന്ന അല്ലെങ്കിൽ എൻ്റെ ക്ലയൻ്റായിട്ട് വരുന്ന ആളുകളോട് ആദ്യത്തെ സെഷനിൽ തന്നെ ഞാൻ ചോദിക്കും ഇഷ്യൂ ഉണ്ടോ എന്ന്. മിക്ക ആളുകളും നോ പറയും. ദെൻ ഒരു 2-3 days കഴിയുമ്പോൾ വന്നിട്ട് പതുക്കെ എന്നോട് പറയും, സ്നേഹ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഞാൻ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് നമുക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും. ഫസ്റ്റ് ഇവര് 2-3 കാര്യങ്ങൾ, ഇത് ഭയങ്കര എപ്പോഴും മൊത്തത്തിലൊരു ടയർഡ്നെസ് ആയിരിക്കും. പിന്നെ എപ്പോഴും ഇവർ ബാക്ക് പെയിൻ പറയും, ഫുൾ ടൈം ഇവർ ബാക്ക് പെയിൻ പറയും. ഇത് രണ്ടുമാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റേജ്. ദെൻ നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ പതുക്കെ ഓക്കെ, ഓരോന്നായിട്ട് ഇങ്ങനെ വീക്ക്നെസ് ഉണ്ട്, ഓക്കെ പതുക്കെ വരുന്നു. അങ്ങനെ ഈ കമ്മ്യൂണിക്കേഷൻ ശരിക്കും അവർ തന്നെയാണ് ചെയ്യേണ്ടത്. ഈ ഇഷ്യൂ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. ഇവൻ കോച്ച് ആരാണോ കോച്ചും ആ വരുന്ന ക്ലയൻറ്റുമായിട്ട് നല്ല ഓപ്പൺ കമ്മ്യൂണിക്കേഷനും ഇതൊരു നോർമലൈസ് ചെയ്യാന്നുള്ളൊരു സ്ഥാനത്തിലേക്ക് വരണം. നമുക്കെല്ലാ മനുഷ്യർക്ക് ഈ മസിൽസ് വീക്ക്നെസ് ഉണ്ടാവുകയും അത് സ്ട്രെങ്ത് ചെയ്യേണ്ടതൊക്കെ നോർമൽ പ്രോസസ്സാണ്. എസ്പെഷ്യലി ഈ ഏരിയ ആയതുകൊണ്ട് നമ്മൾ അതിൽ കുറച്ച് വീക്കായിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 40+ പോകുമ്പോൾ ഇത് നമ്മുടെ കയ്യിനെ പോകും. ഇതൊന്നും നമ്മളുടെ ഒരു പ്രോപ്പർലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് തോന്നുന്ന സെക്കൻഡിൽ അത് പോയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സ്റ്റേജ് ഒരുപാട് പേര് അത് ഫേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ഒരു സ്ഥലത്തേക്ക് നമുക്കൊരു ടോയ്ലറ്റ് ഉള്ളിടത്ത് എത്താൻ പറ്റാത്തതിന് മുന്നേ തന്നെ അത് പോകുന്ന ആളുകളുണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരു ഫീൽ വന്നു, കുറേ ടൈം കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അവർക്ക് പറ്റില്ല. പിന്നെ സ്പെഷ്യലി ഇങ്ങനെ ഗ്യാസിന്റെ പ്രശ്നമുള്ളവരില്ലേ, അവർക്ക് ശബ്ദം അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ ശബ്ദത്തിൽ അത് ഭയങ്കര പോകുന്നത്. ഗ്യാസ് പോകുന്നത് പ്രശ്നമെന്നല്ല, അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് ഈ മസിൽസ് ഭയങ്കര വീക്ക് ആയതുകൊണ്ടിട്ടാണ്. അപ്പൊ ഇതൊക്കെ പറയാന്നുള്ള ആ ആൾ ഐഡന്റിഫൈ ചെയ്ത് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്
മെയിൻ. ഇപ്പൊ ഇത് പറയുമ്പോൾ ആളുകൾ ചിലപ്പോൾ ഗ്യാസിന്റെ ഇഷ്യൂസ് ഒക്കെ പറയാം, ഭക്ഷണത്തെയും ഒക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും ഇത്തരത്തിലൊരു പ്രശ്നം ഫേസ് ചെയ്യുന്നുണ്ടെന്ന് ആളുകൾക്ക് ചിലപ്പോൾ അറിയാൻ ഒരു ബുദ്ധിമുട്ട് കൂടി ഉണ്ടാവും. ഇല്ല, അതിനാണ് നമ്മൾ അവയർനെസ് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഈ ഗ്യാസിലും പ്രശ്നമുണ്ട്, ഗ്യാസുള്ള ഫുഡ് ചെന്ന് കഴിഞ്ഞാൽ വരും. പക്ഷേ ഇതില് നമുക്ക് ഈ ഇഷ്യൂ ഐഡന്റിഫൈ ചെയ്യാൻ, അയാൾക്കാണ് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുക. കാരണം ഫുഡ് നമ്മൾ എന്താ എടുത്താന്ന് നമുക്കറിയാലോ. അതുകൊണ്ട് മാത്രമായിരിക്കും ഇത് എപ്പോഴും ഇങ്ങനെ ബുദ്ധിമുട്ട് വന്നുകൊണ്ടേയിരിക്കും. ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, ഇത് മെയിനായിട്ട് നമുക്ക് ബാക്ക് പെയിൻ എന്നാണ് ജിമ്മിൽ വരുന്ന മിക്ക ആളുകളും പറയാ, ഭയങ്കര ബാക്ക് പെയിൻ ആണെന്നാണ്. ബാക്ക് പെയിനിന്റെ കൂട്ടത്തിൽ ഈ ഇഷ്യൂസ് എല്ലാം അവർ ഫേസ് ചെയ്യുന്നുണ്ടാവും. സ്പെഷ്യലി ചിലപ്പോൾ ഇൻഫെക്ഷൻ, യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ റെഗുലർ ആയിട്ട് വരികയല്ലേ, ആ ആളുകൾക്ക് മിക്കവാറും ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടാവും. ഞാൻ എന്റെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കട്ടെ, ഇപ്പം ജിമ്മിൽ വരുന്ന കൂടുതൽ ആളുകൾ ഇത് പറയുന്ന സമയത്ത്, ജിമ്മിൽ വരുമ്പോൾ നമ്മളൊരു വെയിറ്റ് ലിഫ്റ്റിങ്ങിന്റെ ഭാഗമായിട്ട് നമുക്ക് ബാക്ക് പെയിൻ വരാനുള്ള ഒരു ചാൻസസ് ഉണ്ടാവത്തില്ലേ? അപ്പൊ അതും നമ്മൾ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇതുകൊണ്ടാണോ അതോ ഇവർക്ക് എപ്പോഴും ഉള്ളതാണോ എന്ന് നമ്മൾ കൃത്യമായ ഒരു ക്ലാരിറ്റി അവിടെ വരുത്തേണ്ടതുണ്ടോ? വരുത്തേണ്ടതുണ്ട്. അത് പൊതുവെ ഞാൻ ചെയ്യുന്ന ഒരു ഫീൽഡിലുള്ള ആളുകളെ കുറിച്ചിട്ട് പറയാൻ ഞാൻ അത്ര ഓക്കെ അല്ല, എങ്കിലും പറയാണ് നല്ല നോളജ് ഉണ്ടാവുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പൊ ഈ ബാക്ക് പെയിന്, ഇപ്പൊ ഡിസ്ക് ബൾജ് ചെയ്താൽ ബാക്ക് പെയിൻ ഉണ്ടാവും, നല്ലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ചിലപ്പം ഈ ബാക്ക് പെയിൻ ഉണ്ടാവാം. പക്ഷേ അപ്പൊ ആ പേഴ്സണെ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യിപ്പിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് സിവിയർ ആകും, കണ്ടീഷൻ വേഴ്സ് ആവും. അപ്പൊ നമ്മള് ഈ ആൾക്കും റീഹാബാണ് പോകേണ്ടത്. അപ്പൊ നമുക്ക് അവർക്ക് ഫസ്റ്റ്, അതായത് ഈ ബിഗിനർ സ്റ്റേജില് നമ്മൾ ക്ലയന്റിനെ ഡീൽ ചെയ്യേണ്ട ഒരു മെത്തേഡ് ഒരു റീഹാബ് മോഡിൽ, അല്ലെങ്കിൽ ഒരു 1 month ഒക്കെ പോയതിന് ശേഷമേ അടുത്തൊരു ഇതിലേക്ക് പോകാൻ പാടുള്ളൂ. കാരണം ഈ ഓൾമോസ്റ്റ് പ്രശ്നങ്ങൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ, ഒരു പുതിയൊരാൾ വന്നാൽ ആളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് സമയം എടുക്കത്തില്ല. അതേപോലെ പിന്നെ എല്ലാവർക്കും റിസൾട്ട് ക്വിക്കായിട്ട് വേണം. ക്വിക്ക് റിസൾട്ട് എന്നുള്ളതാണ്. ഇപ്പൊ പറയാണ് 2 ആഴ്ച കൊണ്ട് വയറ് ഉറയ്ക്കാന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ പോകത്തുള്ളൂ. ഇതൊരു ബിസിനസ്സിലേക്ക് വരുമ്പോൾ അത് അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഈ പ്രോസസ് അല്ല, റീഹാബ് പ്രോസസ് ഒക്കെ ടൈം എടുക്കും എന്നുള്ളതാണ്. ടൈം എടുക്കും, ഐഡന്റിഫൈ ചെയ്യാൻ ഒറ്റ കഴിയുള്ളൂ, ആ ആള് പറയാട്ടോ. ഇപ്പൊ നമ്മൾ കേരളത്തിലെ ജിമ്മുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്പേർട്ടുകൾ അവിടെ ഉണ്ടാവില്ല, ട്രെയിനേഴ്സ് തന്നെ ആയിരിക്കുമല്ലോ. നമ്മൾ ആദ്യം വരുന്ന ഒരാളെ തൊട്ട് ഒക്കെ നമുക്ക് വാംപ് ചെയ്യുന്നു, പിന്നെ നമ്മൾ പയ്യെ മെഷീൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങല്ലേ. അപ്പൊ ഈ ട്രെയിനേഴ്സിനും ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നുണ്ടോ? ഇല്ല, അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല ഏരിയയിൽ നിന്ന് വന്ന ആളുകളല്ലേ. ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ നമ്മൾ ഈ വിഷയങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യും. ഇതിന് ഓരോ വരുന്ന ക്ലയൻസിന്റെ പ്രശ്നങ്ങൾ നമ്മളെല്ലാവരും കൂടെ ചേർന്ന് ഡിസ്കസ് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഇത് വലിയൊരു ഗ്രൂപ്പിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഇപ്പോഴും നമ്മളത് ഒരു ബിഗിനർ സ്റ്റേജ്, കാരണം ഇത് ഈ ഏരിയയിൽ പുതിയതാണ്. പിന്നെ നമ്മൾ സംസാരിക്കുമ്പം പല ടൈപ്പ് ട്രെയിനേഴ്സ് അല്ലേ ഉള്ളത്. അവർക്കത് അത്രയ്ക്ക് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലാത്തവരുണ്ട്. ഈവൻ പീരിയഡ്സിനെ കുറിച്ചിട്ട് മെൻഷൻ ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു സൊസൈറ്റിയിലാണ് നമ്മൾ കുറച്ചുകൂടെ, അതായത് ഇത് സെക്ഷുവലി നമ്മളെ ആക്റ്റീവ് ആക്കുമെന്നും നമ്മുടെ സെക്ഷൽ ലൈഫ് കൂട്ടും എന്നുള്ള വിഷയങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത്രയ്ക്ക് എല്ലാവരും എടുക്കണം എന്നില്ല. പക്ഷെ നമ്മളുള്ള ഒരു സർക്കിളിലല്ല ഞാൻ മാക്സിമം ഇതിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്റ്റെപ്പിൽ ഇത് കോമൺ ആണ്, അത് കോമൺ ആണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ്. എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട്, കൊച്ചു ചെറുതായിട്ട് എനിക്കറിയില്ല, ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. മോളെ പ്രഗ്നന്റ് ആയ, എനിക്കൊരു മകളുണ്ട് 7 വയസ്സുള്ള. അപ്പം മോളെ പ്രഗ്നന്റ് ആയ ടൈമിൽ ഞാനത് നല്ല രീതിയിൽ ഫേസ് ചെയ്തിട്ടുണ്ട്. മോളെ അപ്പൊ എന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ പോലെയാണ് ഞാനിത് കണ്ടുപിടിച്ചത്. കുറച്ചുകൂടെ പേഴ്സണൽ ആണ്. അപ്പൊ എനിക്ക് പേഴ്സണൽ ആണ്. സോ എനിക്ക് മുന്നിൽ വരുന്ന ഒരാളുടെ വിഷയം അത് എനിക്കും കൂടെ കണക്റ്റഡ്. കാരണം ഞാൻ ഫേസ് ചെയ്ത സിറ്റുവേഷനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതിന്റെ എല്ലാ വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷനിലും ഞാൻ പോയിട്ടുണ്ട്. സോ എനിക്കത് കുറച്ചുകൂടെ ഇപ്പൊ ഐഡന്റിഫൈ ചെയ്യില്ല എന്നുള്ളത്. പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് എനിക്കൊരാൾ വരുമ്പോൾ ആളെ കുറച്ച് വർക്കൗട്ട് ചെയ്യിപ്പിക്കുമ്പോൾ എനിക്ക് അറിയാൻ പറ്റാറുണ്ട് ആളത് ഫേസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. നമ്മൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ, നമ്മള് പുരുഷന്മാരെ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത്? ഓക്കെ, ഇത് ഫസ്റ്റ് ഈ മസിൽസ് വീക്ക് ആണോ എന്ന് നമ്മൾ അറിയുന്നത് ഈ പുരുഷന്മാര് ടോയ്ലറ്റിൽ പോവല്ലോ, യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർക്കിത് കഴിഞ്ഞും കുറെ പിന്നെയും പോകാമെന്നുള്ളൊരു ഫീല് വരും. തുള്ളിയായിട്ട് യൂറിൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതാണ് ഐഡന്റിഫൈ ചെയ്യാനുള്ള വഴി. സെക്കൻഡ്, ഇവര് ചൂടുള്ള സ്ഥലത്തുനിന്ന് തണുപ്പുള്ള സ്ഥലത്തേക്കോ, അല്ലെങ്കിൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് വരുന്ന സമയത്ത് ഓരോ സ്ഥലത്ത് ഇറങ്ങി നിന്ന് നമ്മുടെ ഒരു ട്രിപ്പൊക്കെ പോവാണെങ്കിൽ കാണാൻ ഇങ്ങനെ വഴിയിലുള്ള ഇറങ്ങി ടോയ്ലറ്റിൽ പോണം എന്ന് പറഞ്ഞിട്ട് എല്ലാ വഴിയിലും ഇങ്ങനെ മൂത്രമൊഴിച്ച് പോകുന്ന
ഈ മസിൽസ് വീക്ക് ആയിട്ടുള്ള ആളുകളായിരിക്കും ഓൾമോസ്റ്റ്. പിന്നെ അവർക്ക് ഇജാക്കുലേഷൻ പെട്ടെന്ന് എന്നുള്ളൊരു സാധനം വരിക, അങ്ങനെയൊക്കെ അവരുടെ സെക്ഷൽ സാധനങ്ങൾ ഇത് വരുന്ന സമയത്ത് ഇത് കൂടുതൽ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വരിക, ഇതൊക്കെ ഈ മസിൽസ് വീക്ക് ആണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനാണ്. എനിക്ക് തോന്നുന്നു സൊസൈറ്റിയിൽ കുറച്ചും കൂടെ അവയർനെസ് ഈ ഒരു ഏരിയയിൽ കൂടുതലായിട്ട് ആവശ്യമുണ്ട് തോന്നുന്നു. ആളുകൾക്ക് ഈ ഒരു ഏരിയ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു തീർച്ചയായിട്ടും ആളുകളിൽ എത്തണം, ഈ വിഷയം ആളുകളിൽ എത്തണം, ഇത് നോർമലൈസ് ചെയ്യപ്പെടണം. ഇത് നമ്മൾ ഒരു കാലം കഴിയുമ്പോൾ ഒരു 30ലേക്ക് കിടക്കുമ്പം നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു ചേഞ്ചിന്റെ ഭാഗമാണ്. അപ്പൊ അതിനെ നമുക്ക് റീഹാബ് ചെയ്ത് ഇത്ര കാലം വന്നതിനേക്കാൾ ഭംഗിയായിട്ട് ഇനി ജീവിക്കാവുന്നു, ഇതെല്ലാം നമ്മുടെ കൺട്രോളിലാക്കാവുന്നു, നമ്മുടെ ഒരു സെക്ഷൽ ലൈഫും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാവുന്നു. ആളുകൾ ഐഡന്റിഫൈ ചെയ്യപ്പെടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ കേഗൽ തെറാപ്പി നമ്മളൊരു എക്സ്പെർട്ടിന്റെ അടുത്ത് പോയിട്ട് പഠിക്കുന്നു, അതിനുശേഷം അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബ് നോക്കും. ഇപ്പൊ എല്ലാവരും ഒരു യൂട്യൂബ് ഒരു ദൈവമാണല്ലോ, നമ്മൾ യൂട്യൂബ് നോക്കിയൊരു തെറാപ്പി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യൂലോ. അപ്പം അങ്ങനെ ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള ഒരു തീരുമാനമാണ്. നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക, ഇത് എവിടെന്നെങ്കിലും കിട്ടുന്ന ഒരു ഇൻഫർമേഷനെ എടുത്ത് നമ്മൾ സ്വയം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് ഡിപ്പെൻസ്. ഒരു ഡോക്ടർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അത് ചെയ്യുന്നതെങ്കിൽ ആൾക്ക് ആ മസിൽസിനെ കുറിച്ച് നല്ല ബോധം ഉണ്ടാവും. പിന്നെ യൂട്യൂബ് പോലെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളെല്ലാം കുറെ മെത്തേഡ്സ് ആയിരിക്കുമല്ലോ ചെയ്യാം, പ്രോപ്പർലി അല്ല. അപ്പൊ മിക്ക ആളുകൾക്ക് ഇത് പ്രോപ്പർലി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് തോന്നില്ല. നമ്മൾ യൂട്യൂബ് നോക്കി ചെയ്യുമ്പോൾ നമ്മൾ അത് ഫോക്കസ് ചെയ്യുന്ന മിക്കവാറും കോർ മസിൽസിനായിരിക്കും. അല്ലെ ഗ്ലൂട്ട് ടൈറ്റ് ചെയ്യും, ആ പ്രോപ്പർ മസിൽസ്. ഈവൻ നമുക്ക് ഒരാൾ നമ്മുടെ മുന്നിൽ നിന്ന് ഇപ്പൊ ഓൺലൈൻ ആണെങ്കിൽ പോലും ഞാൻ ചെയ്യിപ്പിക്കലുണ്ട്. അപ്പൊ ആ ആളുടെ ബോഡി മൂവ് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്കറിയാൻ പറ്റും അയാൾ ആ മസിൽസ് തന്നെയാണോ ഫോക്കസ് എക്സ്ക്യൂസ് ചെയ്ത് വെച്ചേക്കുന്ന ആ മസിലാണോ അതോ കോറ് ടൈറ്റ് ചെയ്ത് പിടിച്ചേക്കുവാണോ എന്ന്. പക്ഷെ യൂട്യൂബ് ഉള്ളത് അതിൽ അത്ര തുടക്കം നന്നായാൽ മതി. തുടക്കത്തിലൊരു പ്രൊഫഷണലിനെ ഹെൽപ്പ് എടുത്തിട്ട് പിന്നെ പ്രാക്ടീസ് നമുക്കൊരു 2 months ശേഷം നമുക്ക് ഏത് സ്ഥലത്തും ഇപ്പൊ ക്രിസ്റ്റീന ഇരിക്കുന്ന ഈ പ്ലേസിൽ ഇരുന്ന് ക്രിസ്റ്റീനക്ക് ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റും, ഒരാളും അറിയില്ല. ഡെയിലി 3 times 10 വെച്ചിട്ട് ഹോൾഡ് ചെയ്ത് ഇത് ചെയ്യുന്നതിന് അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ആ പ്രാക്ടീസ് തുടക്കം എപ്പോഴും പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്. പിന്നെ ചില ആളുകൾക്ക് പോസ്റ്റർ ഡിഫോമിറ്റീസ് ഉണ്ടാവും. ഇപ്പം എങ്ങനെ പറയാ, മറ്റേ ബാക്കി ഊനുള്ള പോലത്തെ കണ്ടീഷൻസ്, ലോഡിയോസിസ്, അങ്ങനെ സ്കോളിയോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ കണ്ടീഷൻ ഉള്ള ആളുകളുണ്ടാവും. അപ്പൊ നമ്മൾ ഈ പ്ലാനിന്റെ കൂട്ടത്തിൽ ആദ്യം ചെയ്യുന്ന പോസ്റ്റർ കറക്ഷൻ ചെയ്യും. ഈ പോസ്റ്റർ ഇഷ്യൂസ് എല്ലാം നമ്മളുടെ ഓരോ ഏരിയ വീക്ക് ആക്കുന്നുണ്ട്. സോ നമ്മൾ അത് കറക്റ്റ് ചെയ്യും. ഒപ്പം തന്നെ പറഞ്ഞില്ലേ, ഈ ബാക്ക് പെയിനിനുള്ള ഇത് കേഗിൾ എന്ന് പറഞ്ഞ ഒരു വർക്കൗട്ട് മാത്രമല്ല, കേഗിൾ ഒരു വർക്കൗട്ടാണ്. നമ്മൾ അത് ചെയ്യിപ്പിക്കുന്ന കൂട്ടത്തിൽ ഫുൾ ബോഡിക്കുള്ള വർക്കൗട്ട്, നമ്മുടെ ഫുൾ ബോഡി വർക്കൗട്ട് എന്ന് പറയും. അത് ഒരു പ്രോഗ്രാമാണത്. അതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ഈ ഒരു 2-3 months കൊണ്ട് കംപ്ലീറ്റ്ലി ആളുകളുടെ ഈ മെയിൻ പ്രശ്നങ്ങളെല്ലാം സോൾവ്. പിന്നെ സ്ട്രെങ്ത് ചെയ്താൽ മതി, പിന്നെ അത് കണ്ടിന്യൂ ചെയ്താൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ഗുണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പിന്നീടുള്ള പ്രശ്നങ്ങളില്ലാതെ ഹെൽത്തി വേയില് നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാൻ പറ്റും. നമ്മൾ തുടക്കം പോയി ഇപ്പൊ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണമെങ്കിൽ ഈ ഇഷ്യൂസ് സിവിയർ ആയി വരുമല്ലേ. പിന്നെ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷം ഈ പെയിൻ എല്ലാം വന്ന് അതിന് പോകണം. തുടക്കം ബെറ്റർ ആയിട്ട് ലൈറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് റീഹാബ് ചെയ്ത് ഇഷ്യൂസ് പരിഹരിക്കുന്നു, ദെൻ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പോകുന്നു. അപ്പൊ നമുക്ക് ഇടയിൽ ബ്ലോക്ക് വരുന്നില്ല, നമ്മളുടെ ഇഷ്യൂസ് മെയിൻ ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കപ്പെട്ടു, പ്രോപ്പർ വേയിൽ പോകാൻ പറ്റും. ഇപ്പൊ നമ്മൾ പറഞ്ഞ കേഗിൾസ് തെറാപ്പി ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടെ സ്ത്രീകളിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യണേ. അപ്പൊ നമ്മള് സ്നേഹ ചെയ്യുന്നത് സ്ത്രീകൾക്കുള്ള തെറാപ്പിയാണ്. അപ്പം ഈ ഗർഭകാലത്ത് അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം ഇത്തരം തെറാപ്പി ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മളുടെ പറഞ്ഞല്ലോ ഈ പെൽവിക് ഹോൾഡ് ചെയ്യുന്ന മെയിൻ ഒരു യൂട്രസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഇതിനു മുന്നേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുവാണെങ്കിൽ നമ്മുടെ പെൽവിക് മസിൽസ് നല്ല മീൻസ് സ്ട്രെങ്ത് ഉള്ളതായിരിക്കും. സോ കുഞ്ഞും നല്ല ആരോഗ്യം ഉണ്ടാവും. പ്ലസ് ഈ കഴിഞ്ഞിട്ടുള്ള പ്രഗ്നൻസി ടൈമിലുള്ള ഇഷ്യൂസ് നല്ലോണം കുറയും. നമുക്ക് അതിന്റെ പ്രഗ്നൻസി ടൈം എന്ത് ബുദ്ധിമുട്ടുള്ള ഒരു കാലമാണ്. പെയിന്, ബാക്ക് പെയിന്, പ്ലസ് ഗ്ലൂട്ട് തൊട്ട് താഴേക്ക് പെയിൻ, അങ്ങനെ നിറയെ പെയിൻ്റെ ഒരു കാലമാണ്. അത് കുറയ്ക്കാൻ പറ്റും. ഇനി ഇതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ ഉണ്ടാകാൻ പോകുന്ന യൂറിൻ ഇഷ്യൂസ്, അതേപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് യൂറിൻ മാത്രമല്ല നമുക്ക് ബോഡി ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വഴി ഡെലിവറി കഴിയുമ്പോൾ, കാരണം അത്രയ്ക്ക് പുഷ് ചെയ്തിട്ടാണ് കുഞ്ഞു പുറത്തേക്ക് വരുന്നത്. സോ അപ്പൊ ആ ഫുൾ വീക്ക്നെസ് മാറുവാണ്. നമ്മൾ ചെയ്ത് കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഇഷ്യൂ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കര സ്ട്രെങ്ത്, മെയിൻലി കുഞ്ഞ് നല്ല ആരോഗ്യം ഉണ്ടാവും കേട്ടോ.
നമ്മളുടെ ബോഡി വർക്കൗട്ടും പ്ലസ് ഇതെല്ലാം പോകുന്ന ഒരാളുടെ ബോഡി അത്യാവശ്യം ഹെൽത്തി ആയിരിക്കും. നമ്മുടെ ഹെൽത്തി ബോഡിയിൽ നിന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിന് വരാൻ പറ്റും. ഇതൊരു നോർമൽ ഡെലിവറിക്ക് സഹായിക്കോ? തീർച്ചയായിട്ടും. ഓക്കെ. പിന്നെ ഇതിന്റെ അകത്തൊക്കെ ഇല്ല, നമ്മളിത് കേഗിൽ ചെയ്തുകൊണ്ട് അത് നോർമൽ ആവില്ല. കാരണം വേറെ കോംപ്ലിക്കേഷൻസ് ഉള്ള കേസിൽ നമുക്കിത് കേഗിൽ ചെയ്തുകൊണ്ട് അത് നോർമൽ ആക്കാൻ പറ്റില്ല. പക്ഷെ നോർമൽ ഡെലിവറിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് പറ്റും പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട്. മസിൽസ് എന്തുകൊണ്ടാണ് നമ്മളത് ആൾക്ക് പുഷ് ചെയ്യാനുമുള്ള ആരോഗ്യമൊന്നും ഇല്ലാതെ വരുന്നത് കൊണ്ടിട്ടാണ് നമ്മളത് സി സെക്ഷനിലേക്ക് പോകേണ്ടി വരുന്നത്. അല്ലെ കുഞ്ഞ് തിരിഞ്ഞടക്കുക, അങ്ങനെ കുറെ ഇഷ്യൂസിലാണ് നമ്മളത് സി സെക്ഷനിലേക്ക് പോകേണ്ടി വരുന്നത്. സോ ഇവിടെ തന്നെ എല്ലാം ഹെൽത്തി ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ ഒരു വഴി ആലോചിക്കുന്നത്. ഇത് കഴിയുമ്പോഴും നമ്മളുടെ ഇത് കുറച്ച് ദിവസത്തിന് ശേഷം നമുക്ക് വീണ്ടും കേഗൽ പ്രാക്ടീസ് ചെയ്യും, മസിൽസ് എല്ലാം ടൈറ്റ് ചെയ്യുകയും ചെയ്യാം. ഇതിന്റെ ഒരു മീൻ എന്ന് പറയുന്നത് വയറായിട്ടില്ലേ, വയറ് കിട്ടുക എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലേ, ശരിക്കും അത് കൊണ്ടുവന്നേക്കുന്നത് എന്തിനാണെന്നറിയോ? ചാടിയ വയറ് ടൈറ്റ് ചെയ്യാന്നുള്ളതല്ലേ എല്ലാരും പറയാ. അതാണ് നമ്മളുടെ ആളുകൾ മനസ്സിലാക്കി വെച്ചേക്കുന്ന മെയിൻ പ്രശ്നം. ഇത് വയറ് പറയാനല്ല, നമ്മള് ശരിക്കും വയറ് കെട്ടുന്ന പഴയ കാലങ്ങളിൽ താഴെ കൂടെ എടുത്തിട്ട് മുഴുവൻ ശരിക്കും നമ്മുടെ പെൽവിക് മസിൽസിന് സപ്പോർട്ട് കൊടുക്കുന്നതാണ്. ഡെലിവറി കഴിയുമ്പോൾ ഇത് വീക്ക് ആവുന്നത് കൊണ്ട് ഈ മസിൽസിന് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നതാണ്. പക്ഷെ നമ്മളിത് പോകെ വന്ന് വയറിന് ചുറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ. എന്തിനാ വയറ് കുറയ്ക്കാൻ? അങ്ങനെ വയറ് കുറയില്ല. ഇതൊരു സപ്പോർട്ടാണ്. അതായത് ഈ ടൈമിൽ നമ്മുടെ പെൽവിക് മസിൽസ് നല്ല വീക്കായിട്ട് താഴേക്ക് പോകും. ആ മസിൽസിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ഒരു ഹെൽപ്പ് പോലെ കൊടുക്കുന്നതാണ്. നമ്മൾ ഇത്തരം അവസ്ഥകളിലൊക്കെ ഉള്ള സ്ത്രീകൾക്ക്, അതായത് ഇപ്പം തുമ്മുമ്പോഴോ ചിരിക്കുമ്പോഴോ ഗർഭാവസ്ഥയിലൊക്കെ യൂറിൻ പോകുന്ന സ്ത്രീകൾ ഉണ്ടാവില്ല, അവരൊരു ഡോക്ടറിന്റെ ഹെൽപ്പ് എടുത്ത് ഒരു മെഡിസിൻ കഴിച്ചുകൊണ്ട് ഇത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഇതിന് മെഡിക്കൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം മെഡിക്കൽ ഇത് സർജറി ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക് ഷോക്ക് പോലത്തെ ഒരു സംഭവം ചേർത്തിട്ടൊരു തെറാപ്പി ഉണ്ട്. അതേപോലെ തന്നെ കൊളാജിൻ ഇഞ്ചെക്ട് ചെയ്യുന്ന തെറാപ്പി ഉണ്ട്. പലതും ഉണ്ട്. ഇതിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ സർജറിയുടെ ഒരു സൈഡ്, എന്നാൽ സർജറി ചെയ്ത ഒരാളും ഈ തെറാപ്പി ചെയ്ത ഒരാളും ഇത് കഴിഞ്ഞിട്ടും കേഗിൽ പ്രാക്ടീസ് ചെയ്താൽ അത് ലോങ് ടൈമിൽ നിൽക്കും. അതിന്റെ റിസൾട്ട് ആ ടൈം പർട്ടിക്കുലർ റെസ്റ്റിന് ശേഷം ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതോടുകൂടി ഇവർക്ക് കുറച്ചുകൂടെ നല്ലതല്ലേ. ശരിക്കും ഇങ്ങനെയുള്ളവരും ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇനി ഇതിന്റെ ഒരു ഫസ്റ്റോ സെക്കൻഡോ സ്റ്റേജിൽ ഇത് ഒരു വേഴ്സ് ആയ കണ്ടീഷനിൽ നമ്മളുടെ കയ്യിൽ ഇത് നിൽക്കത്തില്ല. ഈ വജൈന 3 ലെയർ ഉണ്ട്. ഇന്നർ ലെയർ, മസിൽ ലെയർ, അതിന് മുകളിൽ ഒരു ലെയറും കൂടെ ഉണ്ട്. അപ്പം ഇതിൽ ഏതിനെ ബാധിക്കുന്നു മീൻസ് അത് എത്രത്തോളം ലൂസായി എന്നൊക്കെ വെച്ചിട്ടാണ് ഇത് സർജറി വേണോ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒരു സ്റ്റേജിന് ശേഷം നമുക്ക് ഇതുകൊണ്ട് മാത്രം നിൽക്കാത്ത കേസസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ മുന്നേ പറഞ്ഞില്ലേ ഷുഗർ ഇഷ്യൂസ് ഒക്കെ, അങ്ങനെ അതേപോലെ ചില മെഡിക്കൽ കേസ്, ഇതിന്റെ എല്ലാം മെഡിക്കൽ സൈഡും ഉണ്ട് കേട്ടോ. മെഡിക്കൽ ഇഷ്യൂസ് ഉള്ള ഒരാളെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇതുകൊണ്ട് ഈ ഡിസ്ക് ബൾജിന്റെ കാര്യം പറഞ്ഞില്ലേ, അത് ഏറ്റവും സർജറി വേണ്ട ഒരു സ്റ്റേജിലുള്ള ആളെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റില്ല. ഡോക്ടറുടെ ഇത് ശരിക്കും നമ്മളൊരു ഹെൽത്തി ലൈഫിലേക്ക് നടക്കാന്ന് പറയുമ്പോഴുണ്ടല്ലോ, ഇത് ഒരാളല്ല അത് ചെയ്യുക, ഒരു ഗ്രൂപ്പ് ഓഫ് ആളാണ്. ഓക്കെ, അതായത് നമുക്ക് നല്ലൊരു മെഡിക്കൽ റിപ്പോർട്ട് വേണം, കണ്ടീഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി. അപ്പം ആ കണ്ടീഷൻ വേഴ്സ് ആണ്, ഡോക്ടറുടെ ഹെൽപ്പ് വേണം. ഓക്കെ, നല്ലൊരു ഡയറ്റീഷ്യൻ വേണം. ഹെൽത്തി, നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും ഒരു ഹെൽത്തി ഡയറ്റ് ഇല്ലെങ്കിൽ 100% അത് വർക്ക് ആവില്ല. ഓക്കെ, നമ്മുടെ ബോഡിക്ക് ഇത്ര പ്രോട്ടീൻ ഒരു ദിവസം ഇൻടേക്ക് ചെയ്താൽ മാത്രമേ ബോഡി ഫങ്ഷൻ ആവുള്ളൂ. അതായത് ക്രിസ്ത്യനയ്ക്ക് എത്ര വെയിറ്റ് ഉണ്ട്? എനിക്കോ 60. അത്ര തന്നെ എങ്കിലും കുറഞ്ഞത് പ്രോട്ടീൻ ഒരു ദിവസം ഇൻടേക്ക് ചെയ്യണം. ഓക്കെ, മനസ്സിലായി. വർക്കൗട്ട് ചെയ്യുന്ന ആൾ അതിനേക്കാൾ കൂടുതൽ എടുക്കണം. സോ അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളപ്പോൾ ഡോക്ടർ, അപ്പൊ ഒരു ഡയറ്റീഷ്യൻ അല്ലെങ്കിൽ ന്യൂട്രീഷനിസ്റ്റിന്റെ ഹെൽപ്പ് വേണം. പ്ലസ് നമ്മൾ വേണം, കോച്ചസ് വേണം. ഇത് പ്രോപ്പർലി ചെയ്യാം. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫിന്റെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടൊരു പാർട്ടായിട്ട് നമ്മുടെ ഒരു ലൈഫ് പാർട്ട് പോലെ ഡെയിലി ഒരു 45 മിനിറ്റ്സോ 1 അവറോ അല്ലെങ്കിൽ വീക്കിലി ഒരു 4 ഡേയ്സ് എങ്കിലും മാറ്റി വെച്ചാൽ മാത്രമേ നമുക്കൊരു ഹെൽത്തി ലൈഫ് ലോങ് ടൈം പോകാൻ പറ്റുള്ളൂ. ഒരു 60-ലൊക്കെ പുറം രാജ്യങ്ങളിലുള്ള സ്ത്രീകളെ കണ്ടിട്ടുണ്ടോ? അവിടെ പോലെയാണ് ഇവിടെയുള്ള ആളുകള്. അവരൊക്കെ ഭംഗിയായിട്ടാണ് ജീവിക്കുന്നത്. നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് ജീവിക്കാനേ അറിയില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഗ്രൂപ്പ് വർക്കാണ്, ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്യലാണ്. ഓക്കെ, നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള ഒരു ലൈഫ് സ്റ്റൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ഗുണങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടാവും?
ഫസ്റ്റ് നമുക്ക് ഡെയിലി ആഴ്ചയിലും മാസത്തിലും ഹോസ്പിറ്റലിൽ പോകേണ്ട ബില്ല് നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കുറയും. അതാണ് മെയിൻ. അതായത് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു ഇൻഷുറൻസ് എടുത്തും അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി ഒരു വർഷം എത്ര ബില്ലാണ്. എന്നിട്ട് നമ്മുടെ അസുഖങ്ങൾ കുറയുന്നുണ്ടോ? അതില്ല. ഇല്ലേ? നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെയ്യുമ്പോൾ അവരെന്താ അന്നത്തെ നമ്മുടെ പ്രശ്നത്തിനുള്ള പരിഹാരം അപ്പോൾ ഉള്ള പരിഹാരമാണ്. പക്ഷെ ലോങ് ടൈമിലേക്കുള്ള പരിഹാരമാണോ തരുന്നത്? അല്ല. മെയിൻ അതാണ്. നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഈ ഭൂമിയിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ. അത് നല്ല ഭംഗിയായിട്ട് ജീവിച്ച് ആരോഗ്യത്തോടെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തു. ഈ ഡയറ്റ് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ കംപ്ലീറ്റ് ഡയറ്റ്, ഇപ്പൊ നമുക്കൊരു ഗോളുണ്ട്, ഇപ്പൊ കോമ്പറ്റീഷൻ ഇറങ്ങണം, അപ്പൊ നമ്മൾ കംപ്ലീറ്റ് ഡയറ്റ് ഒക്കെ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ടെല്ലാം പറയുന്നത്. ഭംഗിയുള്ള എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ വരുന്ന ആളുകളുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം, അപ്പൊ നല്ല വർക്കൗട്ട് ചെയ്തിട്ട് ബാലൻസ്ഡ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള ഒരു ലൈഫ് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു പാറ്റേൺ തിരുത്തുക എന്ന് പറയുന്നൊരു സാധനമാണ് ശരിക്കും ലൈഫ് സെറ്റ് ചെയ്യാണ്. ഒരു പുതിയൊരു വഴി. ആ വഴിയിലൂടെ പോകുമ്പോൾ കുറെ നമ്മൾ ഫേസ് ചെയ്യാൻ ചാൻസ് ഉള്ള കുറേ കാര്യങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടുവാണ്. അതാണ്. താങ്ക് യു സോ മച്ച് സ്നേഹ, പുതിയൊരു അറിവുകൾ പങ്കുവെച്ചു തന്നതിന്.